സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 47 പേരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു ബിജെപിയും. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും, തൃശൂരിൽ പത്മജ വേണുഗോപാലും, പാലക്കാട് ശോഭാ സുരേന്ദ്രനും, കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ മകൻ ഷോൺ ജോർജും മത്സരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി പ്രചാരണങ്ങളിൽ സജീവമായതോടെയാണ് ബിജെപിയും ആദ്യഘട്ട പത്രിക ഇന്ന് തന്നെ പുറത്തിറക്കിയത്. ചുവരെഴുത്തും ഗൃഹസമ്പർക്കവും അടക്കം പ്രചാരണ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ച A+ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും, കഴക്കൂട്ടത്ത് V മുരളീധരനും, വട്ടിയൂർക്കാവിൽ R ശ്രീലകയും, കാട്ടാക്കടയിൽ P കൃഷ്ണദാസും, ആറ്റിങ്ങൽ P സുധീറും സ്ഥാനാർത്ഥിയാകും. ഇന്ന് ആദ്യത്തെ ബാച്ച് സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കും. ബാക്കി വരുന്ന 1-2 ദിവസത്തിൽ കംപ്ലീറ്റ് ആവും. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്താണ് സ്ഥാനാർത്ഥിയാവുക. കണ്ണൂരിൽ C രഘുനാഥും, കൊയിലാണ്ടിയിൽ CR പ്രഫുൽകൃഷ്ണനും, കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസും മത്സരിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മലമ്പുഴ C കൃഷ്ണകുമാർ എന്നിവരും പട്ടികയിലുണ്ട്. തൃശൂരിൽ പത്മജ വേണുഗോപാലാണ് മത്സരിക്കുക. മുന്നണി മാറിയെത്തിയ K അജിത്ത് വൈക്കത്തും, S രാജേന്ദ്രൻ ദേവികുളത്തും, R രശ്മി കൊട്ടാരക്കരയിലും സ്ഥാനാർത്ഥികളാകും. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് സ്ഥാനാർത്ഥി. പൂഞ്ഞാറിൽ PC ജോർജും, പാലായിൽ മകൻ ഷോൺ ജോർജും BJPക്ക് കളത്തിലിറങ്ങും. തിരുവല്ലയിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മത്സരിക്കുക. ഹരിപ്പാട് സന്ദീപ് വചസ്പതിയും, മണലൂരിൽ KK അനീഷ് കുമാറും, ഷൊർണൂരിൽ ശങ്കുട്ടി ദാസും, ബേപ്പൂരിൽ KP പ്രകാശ് ബാബുവും സ്ഥാനാർത്ഥികളായി. ആദ്യഘട്ട പത്രിക പുറത്തിറക്കിയെങ്കിലും ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം ഇതുവരെ പൂർത്തിയായിട്ടില്ല. കാമരാജ് കോൺഗ്രസ് ആവശ്യപ്പെട്ട പാറശാല മണ്ഡലത്തിൽ ഗിരീഷ് നെയ്യാറിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ കടുത്ത അതൃപ്തിയിലാണ് വിഷ്ണുപുരം ചന്ദ്രശേഖറും പാർട്ടിയും. BDJS ഉൾപ്പെടെയുള്ളവരുമായും സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ സമവായത്തിലെത്താനായിട്ടില്ല. നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.